ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾ തമ്മിലിൽ കണ്ടു കാണും. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ അനുമോള് കൺഫേം ചെയ്തിരുന്ന കാര്യം എന്താണെന്ന് തുറന്ന് പറഞ്ഞിട്ടുണ്ട്. ജിസയിലും ആര്യനും തമ്മിലുള്ള സംഭവം എന്താണെന്ന് പുള്ളിക്കാരി കണ്ടിട്ടുണ്ട്. അപ്പൊ അത് തുറന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ബാക്കി കുറച്ച് ആര്യനാണെങ്കിൽ അനുമോൾക്കെതിരെ ഒരു ആരോപണം ഇറക്കിയിട്ടുണ്ട്. അനുമോള് കുറച്ച് ആരോപണമൊക്കെ ഇറക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വൈൽഡ് കാർഡ്സ് അനുമോളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതായിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ഹൗസിൽ ഇപ്പോൾ ഒരു നല്ലൊരു അടി പൊട്ടിയിട്ടുണ്ട്. അനുമോളെ അടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആര്യൻ പോയിട്ടുള്ള ഒരു സീനൊക്കെയാണ് കഴിഞ്ഞ ദിവസം നടന്നത്. ആൻഡ് ആര്യൻ ഭയങ്കരമായിട്ട് കരഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പം ആക്ച്വലി അവിടെ ഇരുന്ന് കുറെ ആൾക്കാർ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് അനുമോൾ ഇങ്ങനെ കണ്ടു, ആര്യനും ജിസയിലും തമ്മിലുള്ള സംഭവം കണ്ടു എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അനുമോള് വരുന്നുണ്ട്. അപ്പൊ അനുമോള് വന്നിട്ട് അപ്പൊ എല്ലാവരും ഇങ്ങനെ ഭയങ്കര ഈ ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ, ഇവര് പുതപ്പിനടിയിൽ കടന്നിട്ടുള്ള സംഭവം ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ടുള്ള ഭയങ്കര ഒരു ഇതാണ്. ഓക്കെ, അപ്പൊ അനുമോള് ഇപ്പൊ ആദ്യം അവിടെ ഇരുന്ന് ചർച്ച ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അനുമോള് ആര്യനെ വശീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന്. അനുമോള് മറ്റേ പാവാടയൊക്കെ പൊക്കി വെച്ച് കാലൊക്കെ ഇങ്ങനെ കാണിച്ച് ആര്യനെ വശീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ആര്യൻ പറയുന്നുണ്ട്. അപ്പൊ പക്ഷെ ആണെങ്കിൽ ആര്യൻ കുറെ നേരം അനുമോളുടെ പുറകെയൊക്കെ നടന്നിട്ടുണ്ട്. നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ വീഡിയോയിലൊക്കെ. അതായത് ഒരു തൊപ്പി ഉണ്ടാക്കി കൊടുക്കുന്നതും പുറകെ ഇങ്ങനെ നടക്കുന്നതും അങ്ങനത്തെ ഒരു രീതി നമ്മൾ കണ്ടതാണ്. അപ്പം പക്ഷെ ഇപ്പൊ പറയുന്നത് അനുമോള് ആര്യനെ വളയ്ക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ നിന്നു എന്നുള്ള രീതിയിലാണ് ഇപ്പൊ പറയുന്നത്. അപ്പം പക്ഷെ അനുമോൾ അപ്പത്തേക്ക് അങ്ങോട്ട് വരികയാണ് കേട്ടോ. അപ്പം മസ്താനി അതുപോലെ തന്നെ നമ്മുടെ ജിഷിൻ എല്ലാവരും നമ്മുടെ അനുമോളിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ മസ്താനി പറയുന്നുണ്ട്, ഞങ്ങള് കണ്ടു. അപ്പൊ ഇവരെല്ലാം ചോദിക്കുന്നുണ്ട്, കണ്ടോ, നിങ്ങൾ എന്തെങ്കിലും കണ്ടോ? അപ്പം ഇങ്ങനെ കണ്ടു എന്നുള്ള രീതിയിൽ പറയാണ്, ഉറപ്പിച്ചങ്ങ് പറയാണ്. പക്ഷെ നമ്മൾ പ്രേക്ഷകരും ഒന്നും കണ്ടിട്ടില്ല, ജസ്റ്റ് ആ പുതപ്പ് ഇങ്ങനെ അനങ്ങുന്ന ഒരു സംഭവം മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷെ പുള്ളിക്കാരി അവിടെ തറപ്പിച്ച് പറയുന്നുണ്ട് കണ്ടെന്നുള്ളത്. അപ്പൊ അനുമോൾക്ക് എന്താണ് ഇത് വെളിയിലോട്ട് എത്തിയിട്ടുണ്ട്. സോ എനിക്ക് പറയാം എന്നുള്ള രീതിയിൽ പുള്ളിക്കാരി പറയുന്നുണ്ട്. അപ്പൊ പുള്ളിക്കാരി പറയുന്നുണ്ട്, ഞാൻ ഇത് പറയണമെന്ന് വിചാരിച്ചല്ല, രണ്ടുപേരുടെ അതായത് രണ്ടാൾക്കാർ ആര്യൻ ജിസേൽ എന്ന് പറയുന്നവരുടെ ലൈഫാണ്. അപ്പൊ ഞാൻ ഇതിങ്ങനെ തുറന്ന് പറയാനായിട്ട് ഞാൻ വിചാരിക്കുന്നതല്ല, അല്ലെങ്കിൽ തുറന്ന് പറയണ്ടെന്ന് വിചാരിച്ചതാണ്. പക്ഷെ എന്നെ ഇങ്ങനെ ഹറാസ് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത് എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരി പറയുന്നത്. അപ്പം പുള്ളിക്കാരി പറയുന്നുണ്ട്, ഞാൻ അവിടെ എന്താണ് അപ്പം ജിഷിൻ ചോദിക്കുന്നുണ്ട്, എന്നാ നീ കണ്ടത്, അല്ലെങ്കിൽ നീ കൺഫേം ചെയ്തത് എന്നാണ്, നിന്റെ ആ ബാഗ് പോയ ദിവസമാണ്. അപ്പൊ പുള്ളിക്കാരി പറയുന്നു, അല്ല, അടുത്ത ദിവസം, ബാഗ് പോയതിന്റെ അടുത്ത ദിവസമാണ് ഞാൻ കാണുന്നത്. അതായത് എന്താ നീ കണ്ടത് എന്ന് പറഞ്ഞു. അപ്പം ആദ്യത്തെ ദിവസം ഇവർ രണ്ടുപേരും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കിടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ലൈറ്റ് അടച്ചു കഴിയുമ്പം പിന്നെ ഇവര് സെയിം ഡയറക്ഷനിലേക്ക് വന്നിട്ട് പുതപ്പിങ്ങനെ മൂടും എന്നാണ് പറയുന്നത്. മൂടും. അത് കഴിഞ്ഞ് എന്താ സംഭവിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, അത് കഴിയുമ്പം എന്താണ് നോർമലി ഒരു ആണും പെണ്ണും അടുത്ത് വന്നാൽ ചെയ്യുന്ന കാര്യമാണ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പൊ അത് എന്താന്ന് ഇങ്ങനെ കുത്തി ചോദിക്കുമ്പോൾ അനുമോള് പറയാണ്, ഇവര് ഉമ്മ കൊടുക്കുന്നത് ഞാൻ കണ്ടു. നീ കണ്ടോ? ഞാൻ ഉറപ്പായിട്ടും കണ്ടു. അപ്പം ആര്യൻ അവിടെ ഇരുന്ന് പറയാ, ശൈത്യയെ വിളിച്ച് ചോദിക്കുക, അനുമോളുടെ ബെസ്റ്റ് ഫ്രണ്ടായ ശൈത്യയെ വിളിച്ച് ചോദിക്കാൻ പറയാം. പക്ഷെ ശൈത്യ പറയുന്നു, അപ്പൊ ശൈത്യ കണ്ടിട്ടുണ്ടെന്ന് അനുമോള് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ശൈത്യ പറഞ്ഞു, ഇല്ല, ഞാനൊന്നും കണ്ടിട്ടില്ല എന്നുള്ള രീതിയിലാണ് ശൈത്യ പറയുന്നത്. സോ അങ്ങനെ അവിടെ ഒരു നല്ലൊരു ഫൈറ്റ് ആവുകയാണ്. അപ്പം ആര്യൻ ഇങ്ങനെ ഉമ്മ കൊടുത്തു എന്ന് പറയുമ്പോഴത്തേക്ക് ആര്യൻ നല്ല രീതിയിൽ റേസ് ആവുകയും ഒക്കെ പറഞ്ഞു. അപ്പം പുള്ളിക്കാരി പറഞ്ഞു, ഞാനിത് പറയാം, കഴിഞ്ഞ ദിവസം നീ എന്റെ ഇവിടെ തട്ടി, നീ എന്റെ തോളിൽ തട്ടി, അതുപോലെ തന്നെ നീ എൻ്റെ പുറകെ നടക്കുകയാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നതെന്ന് പറഞ്ഞിട്ടാണ് പുള്ളിക്കാരി ഇത് ഓപ്പൺ ആയിട്ട് അങ്ങ് പറയുന്നത്. സോ നമുക്കാണെങ്കിൽ പോലും ആ ഒരു വീഡിയോ കാണുമ്പോൾ അറിയാം, പുതപ്പ് ഇങ്ങനെ ഇട്ടിട്ട് അത് അനങ്ങുന്നുണ്ട്. നോർമലി ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ വലിച്ചിങ്ങനെ വെക്കുന്നതായിരിക്കാം, എന്നാലും പല ഇതിൽ അനങ്ങുന്നുണ്ട്. പക്ഷെ നമുക്കത് അപ്പം ക്യാമറ കണ്ടിട്ടില്ല. അപ്പൊ അനുമോള് കൺഫേം ആയിട്ട് പറയുന്നുണ്ട്, ഞാൻ നോക്കിയായിരുന്നു. അപ്പൊ പക്ഷെ എല്ലാ ക്യാമറയും വേറെ സ്ഥലത്തേക്കായിരുന്നു, ഒരു ക്യാമറ പോലും എങ്ങോട്ട് ഇല്ലായിരുന്നു. ആൻഡ് മസ്താനിയും കൺഫേം ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ കണ്ടതാണ്. അപ്പം ആര്യന്റെ എല്ലാം പോയി. ആര്യൻ വന്നിട്ട് ഭയങ്കര കരച്ചിലും പോലും, എനിക്ക് കൺഫെഷൻ റൂമിൽ പോകണമെന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് ആര്യൻ അവിടെ ഇരുന്ന് കരയാണ്. അപ്പോൾ ബിഗ് ബോസിന്റെ അടുത്ത് ക്യാമറ വന്നിട്ട് കരയാണ്. പക്ഷെ ജിസയിലാണെങ്കിൽ അവിടെ ഒന്നും സംസാരിക്കണില്ല, ജിസയിൽ ഒന്നും പറയണില്ല.
ഓക്കെ. ആൻഡ് അപ്പാനിയുടെ ഒരു ഡബിൾ സ്റ്റാൻഡ് നമുക്ക് കാണാം. ഇവരെ കൂടെ നിന്നപ്പോ അനുമോളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള രീതിയിലാണ് പുള്ളി സംസാരിച്ചത്. ആൻഡ് പിന്നെ വന്നിട്ട് പറയുന്നുണ്ട് അവള് കള്ളം പറഞ്ഞാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ ആ ഒരു ഡബിൾ സ്റ്റാൻഡ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ ഈ വൈൽഡ് കാർഡ് എൻട്രി വന്നത് ഒരു അടിപൊളിയായിട്ടുണ്ട്. ആൻഡ് അനുമോള് വീണ്ടും പൊങ്ങി വരുമോ? പക്ഷെ അനുമോള് ഓർഗാനിക്കലി എന്താണ് കണ്ടന്റായി മാറിയതാണ്. എന്തായാലും പുള്ളിക്കാരിക്ക് ഒരു സംഭവം ശപിക്കല്, പിന്നെ കുലസ്ത്രീ സാധനങ്ങള്, പിന്നെ എന്താണ് മറ്റേ നമ്മള് മനസ്സിൽ വെച്ചിട്ടുള്ള ഒരു ഗ്രഡ്ജ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്, സീരിയസ്ലി ഉണ്ട്. അപ്പോ അതാണ് ഇവിടെ റിഫ്ലക്ട് ചെയ്യുന്നത്. പക്ഷെ ഇങ്ങനൊരു സംഭവം നടന്നതുമാണ് അല്ലെ, ഇങ്ങനൊരു സംഭവം നടന്നതുമാണ്. എന്തായാലും അനുമോള് നല്ല പണിയാണ് ആര്യനിട്ടും ജിസൈലിനിട്ടും കൊടുത്തത്. അപ്പൊ ജിസൈൽ ആര്യൻ പറയുന്നുണ്ട് എന്റെ ലൈഫ് ഇവരെ നശിപ്പിക്കുകയാണ് ഗൈസ്. സോ നെവിൻ വന്ന് പറഞ്ഞു. അപ്പൊ കുറേ ചർച്ചയായപ്പോഴത്തേക്ക് നെവിൻ പറയുന്നുണ്ട് നിങ്ങൾ എല്ലാവരും കൂടെ വാ എന്ന് പറഞ്ഞിട്ട്, ഇത് അവിടെ നിന്ന് സംസാരിക്കേണ്ട ഒരു കാര്യമല്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ അവിടെ ഇരുന്നു. എന്നിട്ട് അനുമോളോട് പറയുകയാണ് നീ എന്താ നടന്നതെന്ന് പറയാൻ പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരി പറയുന്നത് എന്താന്ന് വെച്ചാൽ ഞാൻ ഇതൊന്നും പറയത്തില്ലായിരുന്നു, പക്ഷേ എനിക്ക് നേരെ ഇങ്ങനെ വന്നു. അതുപോലെ തന്നെ ഇത് വെളിയിലും ചർച്ചയായിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി, കാരണം വൈൽഡ് കാർഡ് വന്നിട്ട് അവർ പറയുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറയാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി ത്രൂ ഔട്ട് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാണ്. അപ്പൊ ഉമ്മ കൊടുത്തു എന്ന് പറയുമ്പോഴാണ് ആര്യൻ അവിടെ കയറി നല്ല റേസ് ആയിട്ട് അനുമോളെ കയ്യേറ്റം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. സോ എന്തായാലും ഈ വർഷത്തെ ബിഗ് ബോസ് ഒരു അടിപൊളിയായിട്ട് കളി ഇങ്ങനെ മുറുകി വരികയാണ് പല പല കണ്ടന്റിലൂടെ. അപ്പം എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. സോ ഇറ്റ്സ് മീ ചഞ്ചൽ സൈനിങ് ഓഫ്. ബൈ.